മക്കളെ ഇതാണ് ജനം എന്ന് പറയുന്നത്. രാജാവിന്റെ ഷൂ മുതല് രാജാത്തിന്റെ ഷൂ വരെ ഉണ്ട് കേട്ടോ ഇവിടെ. ഷൂ ഒന്ന് കണ്ടു. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ബാംഗ്ലൂരിലേക്കാണ്. നമ്മളെ സുഹൃത്തുണ്ട്, റിയാസ് ഉണ്ട്, പിന്നെ എന്നുമുള്ള ടിപ്പും ഉണ്ട്, പിന്നെ ഇതാ പുതിയ ഒരാളും കൂടി ഉണ്ട്. ജനിച്ചിട്ട് കുറയിക്കണട്ടാ, അത് വേറെ. അപ്പോ ബാംഗ്ലൂരിലേക്ക് പോവാൻ ഇറങ്ങിയിരിക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിലാണ് വണ്ടി. നമ്മളിപ്പോ പെട്രോൾ പമ്പിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ പോകുന്ന വഴിയിലെ രസകരമായ ഓരോ കാഴ്ചകളും, പിന്നെ രസകരമായ ഇവരുടെ ഭാഷ എനിക്ക് മനസ്സിലാവാത്ത ഭാഷയും എൻ്റെ ഭാഷ മനസ്സിലാവാത്ത ഇവരുടെ ഭാഷയും കൂടി കലർന്ന ഒരു രസകരമായ ഭാഷ പുതിയതായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാം. അപ്പൊ പോല അങ്ങനെ നമ്മള് എത്തേണ്ട സ്ഥലത്ത് എത്തിപ്പെടാനായിട്ട് വെറും ഒരു 500 മീറ്ററാണ്. പക്ഷെ എന്താ അത് എത്തുന്നില്ല, ഭയങ്കര ബ്ലോക്ക്, രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് എങ്ങനെ കഴിച്ചില്ലാവും എന്നുള്ള ആലോചിച്ചും കിട്ടുന്നില്ല. പല വഴിക്കൂടി മാപ്പ് അങ്ങോട്ടും കൊണ്ടുപോയിട്ട് ഇങ്ങോട്ടും കൊണ്ടുപോയിട്ട് ഒരു രക്ഷയില്ല. പിന്നെ എന്താ നമ്മളെ മാപ്പ് നോക്കുന്ന ഇതാ ഇപ്പൊ, അതുകൊണ്ട് കറക്റ്റ് കിട്ടുന്നുണ്ട് മാപ്പ്. സ്ട്രൈറ്റാ പോണ്ട്, ലെഫ്റ്റിക്കോ ഉണ്ട്, റൈറ്റിക്കോ. നമ്മള് എത്തേണ്ടടുത്ത് എത്തിയുണ്ട് കുറച്ച് പർച്ചേസിങ് നോക്കണ്ട്. എന്തായാലും വന്നില്ല, അപ്പൊ ഇനി പർച്ചേസ് ഒന്നും നല്ല പരിപാടി. കാറിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കിട്ടാൻ ഭയങ്കര ഇടങ്ങറാണ് ഇതിലൂടെ വണ്ടി ഓട്ടാൻ. എന്തായാലും ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് വരുന്നതാണ്. അതാ ഓടുന്ന ബസ് പിന്നാടി പോയാലും സിരിപ്പ് വെക്കുന്ന ലേഡീസ് പിന്നാടി പോവാതെ. അപ്പൊ നമ്മളിവിടെ ശിവാജി നഗർ അല്ലേ, ശിവാജി നഗർ. ഞങ്ങള് വേറെ ഒരു ഇടത്തേക്ക് പ്ലാൻ ഇട്ടിരുന്നു, പക്ഷെ പെട്ടെന്ന് പ്ലാന് മാറി ശിവാജി നഗർ. ഇവിടൊക്കെ എന്താ പറയാ, ഇവന്റെ സുഹൃത്തുണ്ട്, ഇവന്റെ ഫാമിലി ഉണ്ട്, അവരൊക്കെ ഒന്ന് കാണുകയും ചെയ്യുക. അവരിവിടെ ഷോപ്പും കാര്യങ്ങളും നടത്തുന്നുണ്ട്. അപ്പോ എന്താ പറയാ, ഒരുപാട് സാധനങ്ങളും എടുക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ എടുക്കാമെന്നൊന്നും അറിയില്ല. എങ്ങനെയാണ്, ഫുള്ള് ചീപ്പ് റേറ്റ് ആണ്. കാണിച്ചുതരാം, മാർക്കറ്റ് കാണിച്ചുതരാം. അതിനുള്ള പ്ലോട്ട് ഇതാണ് നമ്മളെ മാർക്കറ്റ്. ബസ് അങ്ങ് പോവല്ലേ, ഇതാണ് നമ്മളെ മാർക്കറ്റ്. കണ്ടോളി, നല്ല ലോ റേറ്റിലാട്ടോ ഇവിടെ, ഭയങ്കര ലോ റേറ്റ് ആണ്. ടീഷർട്ട് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ലോ റേറ്റ് ആണ്. ലേഡീസ് ബൈ ഹൗ മച്ച്? 200 അല്ലേ, 200 ഉണ്ട്. ചെറിയ റേറ്റ് ആണ്. കുറച്ച് റേറ്റിന് കിട്ടുന്നത്. ഇതാണ് ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ബാംഗ്ലൂരിലുള്ള ഒരു മാർക്കറ്റ് കേട്ടോ. അതേപോലെ ചിക്പേട്ടിൽ ഇതേമാതിരി ഉണ്ട്. വീണ് എന്തായാലും ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്താണ് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും എന്നുള്ളൊക്കെ വിവരങ്ങൾ, കൂടുതൽ റേറ്റിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്ന ആൾക്കാർ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഷോപ്പൊക്കെ ഇതിലേക്കൊക്കെ വിടാൻ പറ്റും. അതാ കൈ പിടിച്ചാ പോന്നു, അപ്പൊ ഓക്കെ. ഇങ്ങനെയൊക്കെ ഡ്രസ്സ് മാത്രല്ല കേട്ടാ, ചെയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മളെ എന്താ പറയാ, നമ്മളെ ചാനലിൽ കാണാത്ത പുതിയ ഒരാളെ കാണിച്ചു തരാം. ഇതാ നമ്മളെ ചാനലിൽ കാണാത്ത പുതിയ ഒരാളാണ്. നമ്മളെ പേര് അഷ്റഖ് അല്ലേ? അഷ്ഫഖ്. നമ്മളെ ഡ്രൈവറാ, ഹെവിയാണ്, വേറെ ലെവലാ. ഡ്രൈവർ അങ്ങനൊക്കെ ആയിട്ട്
എന്താ ഒരു പ്ലാൻ ഇല്ല. അപ്പോൾ വാങ്ങിക്കലാം നമ്മ. ആ വാങ്ങ വരും. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ. നല്ല ചെരുപ്പ് കാര്യങ്ങള് ഉണ്ട്. ചെരുപ്പിനൊക്കെ വെറും 150, അണ്ടർ റുപ്പീസ് 250. അത് വേറെ സൈഡ് ഓൺലി ക്രീം, ലേഡീസ് ക്രീമാണ്. ഹേയ് ഇപ്പോഴും മാപ്പ് ഓഫ്. ഞാൻ മറക്കൂല, ഞാൻ 2 കൊല്ലം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. മറക്കാത്ത ഒരു എന്താ പറയാ ടിപ്പു ഡ്രസ് മാറി. ടിപ്പു അല്ല ജുബട്ട പോലെ. ഒരുപാട് ഉണ്ട്. നല്ല ഭയങ്കര ചീപ്പ് റേറ്റ് ആണ്, ഭയങ്കരമായ ചീപ്പ് റേറ്റ് ആണ്. എന്താ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അറിയാം, ഇതൊന്നും വെറുതെ പറയുന്നില്ല. ശിവാജി നഗർ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, ഭയങ്കര ഷർട്ടില്ല അത് ലേഡീസും കാര്യം. എന്തായാലും ബാംഗ്ലൂരൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ശിവാജി നഗറിലൊക്കെ വരിക. ഇവിടൊക്കെ കയറിയിട്ട് എന്താ ചെയ്യുക, വേണ്ടതൊക്കെ ലോ റേറ്റില് നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അതിനുള്ളിൽ നല്ല ക്വാളിറ്റിയുള്ള, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതൊക്കെ ഉണ്ട്. കാര്യം ശിവാജി നഗർ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. ഡ്രസ്സിന്റെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ. അത് എന്താ പറയാ, വീഡിയോ എടുത്താൽ തീരൂല, അത്രക്കും ഉണ്ട് ഇവിടെ. അത്രക്കും ഉണ്ട് എന്ന് പറയാ. അപ്പൊ അതിനുള്ളിൽ കപ്പല് ഇതിന്റെ ഉള്ളില് എന്താ വേറെ ലോകം തന്നെ ഉണ്ട് ഇതിന്റെ ഉള്ളില്. ഇത് ഇതിനായിട്ടുള്ള സ്ഥലമാണ് ശിവാജി. എല്ലായിടത്തും 175 റുപ്യ, 150 രൂപ അത്രേ ഉള്ളൂ. ചെരുപ്പൊക്കെ 150 രൂപ. ജൈനബ് ഫാഷൻ लेडीज 4-5 रन मारना मम्मा ओके नहीं 250 നല്ല കുർത്തയും കാര്യങ്ങളൊക്കെ കുർത്ത യൂസ് ചെയ്യുന്നവർക്ക് സൂപ്പർ കുർത്ത കാര്യങ്ങൾ. വീഡിയോ ഓണാക്കാതെ റമദാനേ അത്രക്കുണ്ട് ജനങ്ങൾ ഇവിടെ കാണാത്തവർക്കായിട്ട്. ഇതിങ്ങനെ കാണുമ്പോണ്ടല്ല, ആ ഇത് കാണുമ്പോണ്ട, ഇത് പാക്കുമ്പോണ്ടല്ല എനിക്ക് എന്നാ തരും, എൻ്റെ കുട്ടീനെ ഓർമ്മ വരും. ഇവരെ കൂടെ എന്താ പറയാ സംസാരിച്ചിട്ട് ഇവരെ കൂടെ എന്താ പറയാ ഒരു തമിഴ് ടച്ചും കൂടി എൻ്റെ സംസാരത്തിൽ വരുന്നുണ്ട് തന്നെ. എൻ്റെ വൈഫൊക്കെ പറയും അപ്പ രക്ഷയില്ല. വാച്ച് പെരുന്നാളിന്റെ സീസൺ അല്ലേ, ഭയങ്കര ജനാണ് ഇവിടെ ശിവാജി നഗർ.
കോഴിക്കോട് ഇതേമാതിരത്തെ കോഴിക്കോടൊന്നുണ്ട് മിഠായി തെരുവ്, പക്ഷെ കോഴിക്കോടൊക്കെ ചെറുതാണ്, ഇത് വലുത്, ഇത് വേറെ ലെവല്. ഭയങ്കര മാർക്കറ്റ്. ആ ജനങ്ങളൊക്കെ ഒന്ന് നോക്കി നിങ്ങള്, എന്താപ്പത്. വേറെ കാണിച്ചാലേ ബാഗുകൾ അവിടെയും ഉണ്ട്, ഇത്രക്കും ജനങ്ങളാ. അല്ലെങ്കിൽ ഈ മലയാളികൾക്ക് മലയാളികളെ കാണുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയുമല്ലോ. ഇതൊരു പ്രത്യേക ഒരു കഴിവായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവർക്ക് പേരെ നാട്ടിലുള്ളവരെ കണ്ട് തിരിച്ചറിയണില്ലേ, എന്താ ചെയ്യാ. എന്നാ ജുബ കുർത്താണോ മാ? റമദാൻ മാസം കണ്ടില്ലേ, വിക്കണ് കണ്ടില്ലേ. ഇല്ല ഫോണ് ജനക്കൂട്ടത്തിൽ കൂടി ഫോൺ ഇങ്ങനെ പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താ ഓൻ പ്രത്യേകമായിട്ട് വിളിച്ചിരിക്കണേ. ഓൻ പിന്നെ കണ്ടിട്ട് പെണ്ണുങ്ങളിലായിട്ട് തോന്നുന്നുണ്ട്. പർദ്ദൊക്കെ ഉണ്ട് ഇവിടെ. എന്റെ പെണ്ണുങ്ങൾ അങ്ങനെ പർദ്ദൊന്നും യൂസ് ചെയ്യില്ല. ഓനെ ഇന്നെ വിളിച്ചെത്തി. ലേഡീസാ? ലേഡീസ്. എന്നാ ഇവിടെ അധികം ലേഡീസാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. എന്താ ചെയ്യാ. മലയാളിയോ? കാണിക്കുമ്പോഴെല്ലാരും കാണും. ഇതൊക്കെയാണ് ശിവാജി നഗർ എന്ന് പറയാനുള്ളത്. എല്ലാം ഉണ്ട് ശിവാജി നഗർ എന്ന് പറയാൻ. ഇതൊക്കെയാണ് എന്താ സ്വർണ്ണത്തിളക്കം പോലെ. സമൂസ എല്ലാം ഉണ്ട്. തൊപ്പി. ഇത് മസ്ജിദാ? ഇത് മസ്ജിദല്ലേ? ആ മസ്ജിദാ. ഏരിയ കൊണ്ട് സൈലന്റ് ആയിരുന്നു. അമ്മ